വേണ്ടി നല്ല ഗിഫ്റ്റ് കൊടുക്കണം. നമുക്കിത് പൊട്ടിച്ചു നോക്കണ്ടേ? നല്ല ഞാൻ കുറേ ഇതാക്കിയിട്ടുള്ളതാണ്. നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് പൊട്ടിക്കാം. അപ്പൊ നമുക്കിത് പൊടിച്ചോ. ഇവിടെ ഒരു പൊട്ടിക്കാനുള്ള ഭാഗ്യം നമുക്ക് പെടുത്തായിട്ട് പൊട്ടിക്കുക. പൊട്ടിട്ട് ലൈറ്റിനാണ് കേട്ടോ. പിങ്ക് കളർ ആയിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം നടത്തിട്ട് കേട്ടോ. ഒരു പിങ്ക് കളറിലൊരു ഇതാണ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത്. ഇതൊന്ന് ബില്ലൊന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ സാധനം മതി. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കണം. ഇതെന്താ? ഓ, LED ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വെച്ചോ. ഓ, അതിലിപ്പോൾ LED ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ കട്ട് ചെയ്തൊക്കെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഇവിടെ ഒരു കെട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് പൊട്ടിക്കാട്ടോ. ഇവിടെ റിബുണ്ട്, എന്താണെന്ന് അറിയില്ല. എന്തോ സാധനം തന്നത് കേട്ടോ. ഓ, വലിയ സാധനം ഉണ്ടത്. എന്താണെന്ന് മനസ്സിലാവില്ല. എന്താ കാര്യം? ഇതിപ്പോ എന്തോ ഒരു വല പോലത്തെ ഒക്കെ സാധനം ഉണ്ട്. മനസ്സിലാവുന്നില്ല. ഇങ്ങനെയാണ് തുറന്നു കേട്ടോ. ഇങ്ങനെ ഇട്ടപ്പോ സാധനം ഇതുപോലെ ഇങ്ങനെ നിൽക്കും. നമുക്ക് ആദ്യം ഇതിന് വടിയൊക്കെ ഫിറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് വടി കിട്ടണം. വടി കൊള്ളുമ്പോൾ നാട്ടെ കിട്ടണം. ഇപ്പൊ ഇതാണ് ഇതിന് വടിട്ടോ. ഇതാണ് നമ്മളെ പ്രിൻസസ് കേസിലെ. ഇതൊക്കെ നമ്മള് സാധനങ്ങളൊക്കെ കാണിച്ചത്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് സാധനം കുളിക്കാൻ. അപ്പൊ ഇത് നമുക്ക് പൊട്ടിച്ചോക്കെ. ഇതാണ് ഇതിന്റെ തൂണ്. നമുക്ക് വീടിന് തൂണൊക്കെ കാണാം. അത് ഞാൻ കട്ടറൊക്കെ പൊട്ടിക്കും കേട്ടോ. ഇത് പൊട്ടിക്കാം കുറച്ച് നമുക്കിതാ. അപ്പോൾ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം സെറ്റായിട്ട് എത്രയോ ഒരു കോബോ വന്നിക്കണ്. ഡബ്ബർ ഇട്ടീന് കേട്ടോ. അങ്ങനത്തെ 1 2 3 4 എന്താ കിട്ടില്ല. 4 5 ഉണ്ടപ്പൊരിയാണ്. 5 ഉണ്ടപ്പൊരി 5 ഒരു പാക്കറ്റിലാട്ടോ. ഇനി ഇതങ്ങനെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൽ കാണിച്ചു നിൽക്കണം. ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കണം. ആദ്യം ഇങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. ഈ ഒരു ഷീറ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ അങ്ങനെ വെക്കണം. നമുക്ക് ഈ ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ പൊട്ടിക്കണം. ഒക്കെ പൊട്ടിയെടുക്കാം. സിമ്പിളാണ്. ഇപ്പോൾ ഈ സാധനം വരുന്നുണ്ട്. പിന്നെ ഈ സാധനം ഇതെന്ത് മനസ്സിലാവണേ? മേലെയുള്ള ഒരു സ്റ്റാർ പോലത്തെ ഒരു സാധനം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാനാണ്. ഇതുപോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്യൂലേ? ഇങ്ങനെ ഫിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യട്ടെ നമ്മൾ വളഞ്ഞ സ്ഥലത്തൊക്കെ ഇത് വേണം ഫിറ്റ് ചെയ്യാൻ. ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ നേരെയുള്ളതൊക്കെ ഉണ്ട്. നേരെയുള്ളത് വേണമെങ്കിൽ ഇവിടെയൊക്കെ ആൾക്കാരം നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മളിത് സെറ്റാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് എൻ്റെ താത്തയാണ്. ഇത് കുറേ നേരം എടുത്തിട്ടാണ് സെറ്റാക്കിയത്. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം സെറ്റാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ പൊള്ളിയാണ്. എനിക്ക് കുറേ ആഗ്രഹമുള്ള സാധനമായിരുന്നു കേട്ടോ ഈ സാധനം മേടിക്കണം എന്ന്. എൻ്റെ ഉപ്പ ഇത് ആമസോൺ, ഞാൻ ഇപ്പോഴോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമാണ്. നല്ല ഇഷ്ടമായിട്ടോ.
അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോക്ക് ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടി ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ മോനെ നമ്മൾ പിന്നെ ഇതൊക്കെ വെച്ച് തൽക്കാണിയൊക്കെ വെച്ചിട്ട് കുഞ്ഞു പാക്കുട്ടികളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മണിക്കൂറിനും അപ്പുറം ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാം. നല്ല കെട്ടുടുങ്ങിയിരുന്നു. അതേപോലെ തന്നെയാണ് അതൊക്കെ തോന്നണ ആ ഒരു കവറിൽ കുത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും പണി തീർന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒത്തിരി പണിയെന്ന് വെച്ചിട്ടാ താത്ത ഇങ്ങനെ കെട്ടയച്ചിരുന്നിട്ട് ഇക്ക് തന്നു. ഞാനതിങ്ങനെ പിടിച്ച് ഇങ്ങനെ സെറ്റാക്കി. പിന്നെ ഇതൊന്ന് ബാറ്ററിയിലും അല്ല ഒന്നിലും അല്ല, പ്ലഗുമ്പോൾ നമ്മൾ സാധാ കുത്തുന്ന പോലെ കുത്തിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഇടുക, നമ്മൾ ഇതൊക്കെ ഇടില്ല അതേപോലെ വെക്കുക. ഞങ്ങൾ കുറേ പണിയെടുത്തിട്ടോ, ലൈറ്റും വേണോ എന്തും വേണമെന്നൊന്നും അറിയാമായിട്ട് ഞങ്ങൾ കുറേ പണിയെടുത്തു. പിന്നെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈറ്റ്. ഞങ്ങൾ സ്വിച്ച് ഓൺ ആക്കി. ഇതിന് പലതരം ലൈറ്റ്സ് വരുന്നുണ്ട്. ഇതിൽ എൻ്റെ കളറ് വരുന്നത് യെല്ലോ കളറാണ്. ഇതിങ്ങനെ മങ്ങിയിട്ട് സ്പീഡിൽ ഇങ്ങനെ ഒരേ കളറായിട്ട് നിൽക്കുക, സ്ലോലി ബിഗ്ഗസ്റ്റ് ആയിട്ട് അങ്ങനെ കുറേ. പിന്നെ അത് സ്റ്റാറും കൂടി ആയതുകൊണ്ട് നമ്മൾ ക്രിസ്മസിനൊക്കെ അതിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് ഇതാക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വൈക്കോട്ടോ. ഞാൻ ഈ വീടിന് പേരിട്ടിരിക്കുന്നത് പിങ്ക് ഹൗസാണ്. ഇതിൻ്റെ കൂടെ ഒരു ബ്ലൂ ഹൗസും കൂടി വരുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കൊന്ന് അടിക്കണേ. ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ ശരി, ബൈ.